എജ്യൂട്യൂബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ ഫിലോസഫിയുടെ ഒരു ഭാഗമായിട്ടുള്ള ബുദ്ധിസ്റ്റ് ഫിലോസഫി, ഇന്ത്യൻ സ്കൂൾസ് ഓഫ് എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ വരുന്ന ബുദ്ധിസ്റ്റ് ഫിലോസഫിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ബുദ്ധിസ്റ്റ് ഫിലോസഫിയും സെറ്റ്, നെറ്റ്, സി-ടെറ്റ്, കെ-ടെറ്റ് പോലുള്ള എക്സാമുകൾക്കും അതുപോലെ ബി.എഡിൻ്റെ സിലബസിലെയും പ്രധാനപ്പെട്ട ഒരു സ്കൂൾസ് ഓഫ് ഫിലോസഫിയാണ്. അപ്പോൾ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയായിരുന്നു, ബുദ്ധിസ്റ്റ് ഫിലോസഫി എന്താണ് എന്നുള്ള ആസ്പെക്ട്സുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബുദ്ധിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു നോൺ തീസ്റ്റിക് റിലീജിയൻ ഓർ ഫിലോസഫിയാണ്. നോൺ തീസ്റ്റിക് ആയിട്ടുള്ള റിലീജിയൻ ഓർ ഫിലോസഫിയാണ്. ഇതെന്താ ഒരു റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ തീസ്റ്റിക് ആയിട്ടുള്ള, തീസ്റ്റിക് മീൻസ് തീസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിലോസഫി അല്ല. ഇവരെന്ത് ചെയ്യുന്നില്ല, അതോറിറ്റി ഓഫ് വേദാസിലും അതുപോലെ ബിലീഫ്സ് ഇൻ ഗോഡ്, ദൈവത്തിൽ ഇവരെന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. അതോറിറ്റി ഓഫ് ഗോഡിലും അതോറിറ്റി ഓഫ് വേദാസിലും വിശ്വസിക്കുന്നില്ല, അതുപോലെ അതോറിറ്റി ഓഫ് ഗോഡിലും ദൈവത്തിലും ഇവർ വിശ്വസിക്കുന്നില്ല. ബുദ്ധിസം ഈസ് ആൻ നോൺ തീസ്റ്റിക് റിലീജിയൻ ഓർ ഫിലോസഫി. It encompasses a variety of traditions, beliefs and spiritual practices largely based on teachings attributed of Gautama Buddha. ഈ ബുദ്ധിസം ഫിലോസഫി എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത്? ഗൗതമ ബുദ്ധയുടെ അല്ലെങ്കിൽ സിദ്ധാർത്ഥ ബുദ്ധയുടെ ടീച്ചിങ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലായിട്ടും ബുദ്ധിസ്റ്റ് ഫിലോസഫി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രീച്ചിങ്സുകളാണ് എന്തായിട്ട് വന്നിട്ടുള്ളത്, ബുദ്ധിസ്റ്റ് ഫിലോസഫിയുടെ ബേസ് ആയിട്ട് പറയുന്നത്. ഗൗതമ ബുദ്ധ ഈസ് കോമൺലി നോൺ ആസ് ബുദ്ധ. സിദ്ധാർത്ഥ ബുദ്ധ അല്ലെങ്കിൽ ഗൗതമ ബുദ്ധ എന്ന് പറയുന്ന വ്യക്തി പോപ്പുലർലി നോൺ ആസ് ബുദ്ധ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഗൗതമ ബുദ്ധ ആൾസോ നോൺ ആസ് സിദ്ധാർത്ഥ ഗൗതമ ഓർ ശാക്യമുനി എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ രാജകുലം എന്ന് പറയുന്നത് ശാക്യ കുലത്തിൽ ജനിച്ചത് കാരണം ഇദ്ദേഹം ശാക്യ കുലത്തിലെ സന്യാസി എന്ന അർത്ഥത്തിൽ ശാക്യമുനി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് ബുദ്ധിസം. അദ്ദേഹം എന്താണ്, ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടറാണ് അറിയപ്പെടുന്നത്. ആരാണ്? ശാക്യമുനി എന്നറിയപ്പെടുന്ന സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധയാണ് ബുദ്ധമതത്തിൻ്റെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത്. ദ വേർഡ് ബുദ്ധ മീൻസ് അവേക്കൻഡ് വൺ ഓർ ദ എൻലൈറ്റൻഡ് വൺ. എന്താ ബുദ്ധ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? അവേക്കൻഡ് വൺ ഓർ ദ എൻലൈറ്റൻഡ് വൺ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു സെറ്റ് എക്സാമിൻ്റെ. വാട്ട് ഈസ് ദ വേർഡ് ബുദ്ധ മീൻസ് എൻലൈറ്റൻഡ് വൺ എന്നായിരുന്നു അന്നത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബുദ്ധിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോൺ തീസ്റ്റിക് റിലീജിയസ് ഫിലോസഫിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നതാണ് എന്ത്, ഇവരുടെ ബിലീഫ്സുകൾ എന്തൊക്കെയാണ് നോക്കുന്നത്. ബിലീഫ്സ് ഇൻ കർമ്മയിൽ വിശ്വസിക്കുന്നതാണ്. പ്രസൻറ്റ് എക്സിസ്റ്റൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ദ എഫക്റ്റ് ഓഫ് പാസ്റ്റ് കർമ്മ. ഒരു വ്യക്തിയുടെ പ്രസൻറ്റ് ലൈഫ് സിറ്റുവേഷൻസ്, പ്രസൻറ്റ് ലൈഫിലെ സഫറിങ്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് കർമ്മയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ബുദ്ധിസ്റ്റ് ബിലീഫ്സിൽ പറയുന്നത്. ബിലീവ്സ് ഇൻ കർമ്മ, ദേ ബിലീവ്സ് ഇൻ കർമ്മ, ദേ ബിലീവ്സ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, പക്ഷെ അവർ വിശ്വസിക്കുന്നത് ഏതിലാണ്? കർമ്മയിലാണ് അവർ വിശ്വസിക്കുന്നത്. കർമ്മ എന്ന് പറഞ്ഞാൽ തിങ്ക് ഗുഡ് തോട്ട്സ്, say nice things and do good for others, everything comes back. എന്താ പറഞ്ഞിട്ടുള്ളത്? കർമ്മ എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് തിങ്ക് ഗുഡ് തോട്ട്സ്, നല്ല ചിന്തകൾ, അതുപോലെ നല്ല പ്രവർത്തികൾ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. അപ്പോൾ നമ്മളുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും, നമ്മളിതിലുള്ള എല്ലാ കാര്യങ്ങളും എന്തായിട്ട് മാറും? നല്ലതായിട്ട് മാറും എന്നാണ് വിശ്വസിക്കുന്നത്. ബിലീവ്സ് ഇൻ റീബർത്ത്, ദ ബിലീവ്സ് ഇൻ റീബർത്ത്. ദേ ഡു നോട്ട് ബിലീവ് ഇൻ ഗോഡ് ബട്ട് ദേ ബിലീവ്സ് ഇൻ റീബർത്ത്. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്ത് വിശ്വസിക്കുന്നുണ്ടായിരുന്നു? റീബർത്തിൽ, പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ബുദ്ധിസ്റ്റ് ഫിലോസഫി ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. നിർവാണ, a state of great pleasure and peace which can be attained through wisdom, goodness and knowledge. നമുക്ക് നിർവാണ അല്ലെങ്കിൽ മോക്ഷ എന്നതിന് ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ ഉപയോഗിച്ചിരുന്ന വേർഡാണ് നിർവാണ എന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ കേട്ടറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നിർവാണ എന്നത് മോക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ മോക്ഷ എന്നതിന് അല്ലെങ്കിൽ ലിബറേഷൻ എന്നതിന് ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ ഉപയോഗിച്ചിരുന്ന പദം ഏത് അല്ലെങ്കിൽ വേർഡ് ഏത് എന്നുള്ളത് ഒരു കേട്ടറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. നിർവാണ എന്നാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിർവാണ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് പ്ലഷർ ആൻഡ് പീസ്, എ സ്റ്റേറ്റ് ഓഫ് ഗ്രേറ്റ് പ്ലഷർ ആൻഡ് പീസ്. മനസ്സിന് ഏറ്റവും ഉന്മാദവും അതുപോലെ സമാധാനവും നൽകുന്ന അവസ്ഥ. ആ ഒരു അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്? നിർവാണ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിർവാണൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മോക്ഷ അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ ഓർ സെൽഫ് ലിബറേഷൻ.
സോളിൻ്റെ ലിബറേഷനെയാണ് നിർവ്വാണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ അറ്റൈൻ ചെയ്യാമെന്നാണ് പറയുന്നത്. ഗുഡ് ഡീഡ്സിലൂടെ, ഗുഡ് നോളജിലൂടെ, ഗുഡ് വിസ്ഡത്തിലൂടെയൊക്കെ നമുക്ക് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിസ്റ്റ് ഫിലോസഫി പറയുന്നത്. ബുദ്ധിസ്റ്റ് ഫിലോസഫിയുടെ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി, ക്യാരക്ടർ ബിൽഡിംഗ്, സ്പ്രെഡ് ഓഫ് കൾച്ചർ. സ്പ്രെഡ് ഓഫ് കൾച്ചർ മീൻസ് ബുദ്ധിസം. ബുദ്ധിസത്തിനെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ബുദ്ധിസ്റ്റ് ഫിലോസഫിയുടെ ഒരു എഡ്യൂക്കേഷണൽ എയിം. അതുപോലെ ക്യാരക്ടർ ബിൽഡിംഗ് ഓഫ് എ മാൻ, ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ബിൽഡിംഗ് ആയിരുന്നു അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന്, ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സണാലിറ്റി ആയിരുന്നു ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ്റെ എയിമായിട്ട് പറയുന്നത്. ദെൻ ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ കുട്ടികളുടെ ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി, ക്യാരക്ടർ ബിൽഡിംഗ്, സ്പ്രെഡ് ഓഫ് കൾച്ചർ, ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് അതായിരുന്നു എഡ്യൂക്കേഷണൽ എയിമായിട്ട് പറയുന്നത്. ദെൻ ബുദ്ധൻ്റെ പുസ്തകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ത്രിപീഡകാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ത്രിപീഡകസിൽ പെടാത്തത് ഏതെന്നുള്ള രീതിയിൽ കണ്ടെത്താനായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. വിനയപീഡക, സുത്തപീഡക, അഭിധമ്മ പീഡക, ഇതാണ് 3 ബുദ്ധിസ്റ്റ് പ്രീച്ചിങ്സിൻ്റെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ത്രിപീഡകാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിനയപീഡക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂൾസ് ആൻഡ് കോണ്ടക്ട് ഫോർ ദ സംഘാസ്, വിഹാരങ്ങളിൽ അല്ലെങ്കിൽ മൊണാസ്ട്രീസിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് പറയുന്ന പുസ്തകമാണ് വിനയപീഡക എന്ന് പറയുന്നത്. സുത്തപീഡക എന്ന് പറഞ്ഞാൽ ഈ സെർമൺസ് ആൻഡ് ഡയലോഗ്സ്, ബുദ്ധൻ്റെ സെർമൺസും ഡയലോഗ്സും ഒക്കെയാണ് സുത്തപീഡകയിലുള്ളത്. ആസ് എ ഡയലോഗിക്കൽ ഫോം, ബുദ്ധൻ്റെ പ്രീച്ചിങ്സ്, സ്റ്റുഡൻസിനോട് ബുദ്ധൻ നടത്തുന്ന പ്രീച്ചിങ്സുകൾ, പ്രഭാഷണങ്ങളൊക്കെ അത് ഡയലോഗിക്കൽ ഫോമിലാണ് സുത്തപീഡകയിൽ ഉള്ളത്. അഭിധമ്മ പീഡക എന്ന് പറഞ്ഞാൽ എക്സ്പോസിഷൻ ഓഫ് ഫിലോസഫിക്കൽ തിയറീസ്, ബുദ്ധൻ്റെ ഈ ഫിലോസഫിക്കൽ പ്രീച്ചിങ്സിനെ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ എക്സ്പോസിഷൻ, അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ആണ് അഭിധമ്മ പീഡകയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ത്രിപീഡക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിസ്റ്റ് ഫിലോസഫിയുടെ 3 പുസ്തകങ്ങളാണ് പറയുന്നത്. അതിൽ ഉൾക്കൊള്ളുന്നതാണ് വിനയപീഡക, സുത്തപീഡക ആൻഡ് അഭിധമ്മ പീഡക. അപ്പോൾ ഈ സുത്തപീഡക ഏത് പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്? ബാസ്ക്കറ്റ് ഓഫ് ഡിസ്കോഴ്സ് എന്ന പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. സുത്തപീഡകയുടെ ഇംഗ്ലീഷാണ് ബാസ്ക്കറ്റ് ഓഫ് ഡിസ്കോഴ്സ് എന്നുള്ളത്. സുത്തപീഡകയുടെ ഇംഗ്ലീഷാണ് ബാസ്ക്കറ്റ് ഓഫ് ഡിസ്കോഴ്സ് എന്നുള്ളത്. ദീസ് ടെക്സ്റ്റ് ആർ ആൾസോ നോൺ ആസ് ബുദ്ധ വചന ഓർ ദ വേർഡ്സ് ഓഫ് ബുദ്ധ. ഈ ടെക്സ്റ്റുകളൊക്കെ ത്രിപീഡകാസൊക്കെ അറിയപ്പെടുന്ന പേരാണെന്ത്? ബുദ്ധവചന, ബുദ്ധൻ്റെ വേർഡ്സുകൾ, ബുദ്ധൻ്റെ വാക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് ബുദ്ധാസ് ഡിസ്കോഴ്സ് ഓൺ വേരിയസ് ഡോക്ടോറിയൽ ഇഷ്യൂസ് ഇൻ എ ഡയലോഗ് ഫോം. ബുദ്ധൻ്റെ അഭിപ്രായങ്ങളാണ് ഒരു ഡയലോഗിക്കൽ ഫോമിലാണ് സുത്തപീഡകയിലുള്ളത്. സുത്തപീഡക 5 കളക്ഷൻസ്, അതിൽ 5 ഭാഗങ്ങളായിട്ട് സുത്തപീഡക തിരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ദിഗ്ഗ നിക്കായ, മജ്ജിമ നിക്കായ, സംയുക്ത നിക്കായ, അഗുത്തര നിക്കായ, കുദ്ദക്ക നിക്കായ. ഈ 5 പുസ്തകങ്ങളെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? 15 ബുക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 5 കളക്ഷൻസ് ഓഫ് ബുക്കാണ് ഏതിൽ വരുന്നത്? സുത്തപീഡകയിൽ വരുന്നത്. ആ സുത്തപീഡകയിൽ വരുന്ന പുസ്തകങ്ങളെ ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 15 ബുക്സ്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? 15 പുസ്തകങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് വിനയപീഡക. വിനയപീഡക അറിയപ്പെടുന്ന വേറൊരു പേരാണ് ഡിസിപ്ലിൻ ബാസ്ക്കറ്റ് എന്നാണിത് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ വിനയപീഡകയുടെ പേരാണെന്ത്? ഡിസിപ്ലിൻ ബാസ്ക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ദിസ് കണ്ടെയ്ൻ റൂൾസ് ഫോർ മോങ്സ് ആൻഡ് നൺസ് ഓഫ് ദ മൊണാസ്ട്രിക് ഓർഡേഴ്സ്. സംഘ വിഹാരങ്ങളിൽ നൺസിനും മോങ്സിനുമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് വിനയപീഡകയിൽ പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ദ പത്തിമോക്ക, എ ലിസ്റ്റ് ഓഫ് ട്രാൻസ്ഗ്രഷൻസ് against monastic discipline and atonement for these. monastic disciplinesനെ കുറിച്ചിട്ട് ഉള്ള സംഭവങ്ങൾ, ലിസ്റ്റ് ഓഫ് monastic disciplinesഉം ആൻഡ് atonement for these, അതെങ്ങനെ നമുക്ക് നേടിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. ദെൻ the Vinayapidaka text also include doctrinal exposition, ritual text, biographical stories and some elements of jatakas or birth stories. ഇതിൽ വിനയപീഡകയിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു? ഡോക്ടോറിയൽ എക്സ്പോസിഷൻസ് ഉണ്ട്, വിർച്വൽ ടെക്സ്റ്റുകളുണ്ട്, ബയോഗ്രഫിക്കൽ സ്റ്റോറീസ് ഉണ്ട്, സം എലമെന്റ്സ് ഓഫ് ജാതകാസ് ഓർ ബർത്ത് സ്റ്റോറീസ്. കുറേ ആളുകളുടെ ജീവിത കഥകളെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട്. വിനയപീഡകയിൽ പറയുന്നുണ്ട്. വിനയപീഡക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിപ്ലിൻ ബാസ്ക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വിഹാരങ്ങളിൽ നടത്തേണ്ട നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്, വിനയപീഡകയിൽ പറയുന്നത്. നെക്സ്റ്റ് വിനയപീഡക 3 പുസ്തകങ്ങളാണ് വരുന്നത്. സുത്ത, വിഭംഗ,
ആ സുത്ത വിഭംഗനെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മഹാവിഭംഗ, ഭിഖുനി വിഭംഗ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ കന്ദക എന്ന് പറഞ്ഞാണ് രണ്ടാമത്തെ പുസ്തകം. വിനയപീഠകം 3 പുസ്തകം എന്ന് പറഞ്ഞു. ഫസ്റ്റത്തെ പുസ്തകമാണ് എന്ത്, സുത്ത വിഭംഗ എന്ന് പറയുന്നത്. സുത്ത വിഭംഗനെ വീണ്ടും എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മഹാവിഭംഗ, ഭിഖുനി വിഭംഗ എന്നാണ് അതുള്ളത്. ദെൻ രണ്ടാമത്തെ പുസ്തകമാണ് വിനയപീഠകന്, രണ്ടാമത്തെ ബുക്കാണ് കന്ദക. കന്ദകയിൽ രണ്ടും അതിനെ വീണ്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മഹാവഗ, കുള്ളവക എന്ന് പറഞ്ഞിട്ട്. മൂന്നാമത്തെ പുസ്തകമാണ് പരിവാര എന്ന് പറയുന്നത്. അപ്പോൾ വിനയപീഠക 3 പുസ്തകമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സുത്ത വിഭംഗ, ഖന്ദക, പരിവാര എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് അഭിധമ്മ പീഠക അഥവാ ബാസ്ക്കറ്റ് ഓഫ് ഹയർ ടീച്ചിങ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അഭിധമ്മ പീഠക അറിയപ്പെടുന്നത് ബാസ്ക്കറ്റ് ഓഫ് ഹയർ ടീച്ചിങ് എന്നുള്ള പേരിലാണ്. ദിസ് കണ്ടെയ്ൻസ് എ തറോ സ്റ്റഡി ആൻഡ് സിസ്റ്റമൈസേഷൻ ഓഫ് ദ ടീച്ചിങ് ഓഫ് സുത്ത പീഠക ത്രൂ സമ്മറീസ്, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ലിസ്റ്റ് എക്സെട്ര. എന്താ സുത്ത പീഠകയിൽ പറയുന്ന ടീച്ചിങ്സിൻ്റെ ഒരു തറോ സമ്മറീസ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇതിൽ വരുന്നത് ദ അഭിധമ്മ പീഠക അഥവാ ബാസ്ക്കറ്റ് ഓഫ് ഹയർ ടീച്ചിങ് എന്ന് പറയുന്ന ഈ ഒരു ത്രിപീഠകയിലെ പുസ്തകത്തിൽ വരുന്നത്, അഭിധമ്മ പീഠകയിൽ വരുന്നത്. അഭിധമ്മ പീഠക എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും 7 പുസ്തകങ്ങളായിട്ടാണുള്ളത്. ധമ്മസംഗാനി, വിഭാഗ, ദത്തുകഥ, ഭകുലപന്ഥി, ഖ്യായവേധു, യമക, പത്താന, ഇങ്ങനെ 7 പുസ്തകങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സുത്ത പീഠക എത്ര ആയിട്ടാണ് അഭിധമ്മ പീഠക എത്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, 7 പുസ്തകങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വിനയപീഠക 3 പുസ്തകങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സുത്ത പീഠക 5 പുസ്തകങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ 5 പുസ്തകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, 15 പുസ്തകങ്ങളായിട്ട് വീണ്ടും സബ് ഡിവിഷന് നടത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് നമ്മൾ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ ഫോർ നോബിൾ ട്രൂത്ത്. ഫോർ നോബിൾ ട്രൂത്ത് 4 സത്യങ്ങളെ കുറിച്ച് ബുദ്ധ പറയുന്നുണ്ട്. ഫോർ നോബിൾ ട്രൂത്തിനെ കുറിച്ചിട്ട്. ലൈഫ് ഈസ് ഫുൾ ഓഫ് സഫറിങ്, അതാണ് ഒരു നോബിൾ ട്രൂത്ത് എന്നാൽ. ജീവിതം എന്ന് പറയുന്നത് എന്താ, ഫുൾ ഓഫ് സഫറിങ് ആണ്. കോസസ് ഓഫ് സഫറിങ്, ആ സഫറിങ്ങിന്റെ കാരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ ഡിസയർ ആണ്. ഡിസയർ ഈസ് ദ കോസസ് ഓഫ് സഫറിങ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സെസേഷൻ ഓഫ് സഫറിങ്, സഫറിങ്ങിന്റെ സെസേഷൻ മീൻസ് ഇല്ലാതാക്കുക, അതിന്റെ എലിമിനേഷൻ ഓഫ് സഫറിങ്. എലിമിനേഷൻ ഓഫ് സഫറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഡിസയറിനെ ഫോളോ ദ 8th പാത്ത് ടു ലിബറേഷൻ. പിന്നെ ലിബറേഷനിലേക്കുള്ള പാത്ത്. ആ ലിബറേഷനിലേക്കുള്ള പാത്താണ് 8 ഫോൾഡ് പാത്ത്സ് അഥവാ അഷ്ടാംഗ മാർഗാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഫോർ നോബിൾ ട്രൂത്തിൽ പറയുന്നത് ലൈഫ് ഈസ് ഫുൾ ഓഫ് സഫറിങ്സ് അല്ലെങ്കിൽ ലൈഫ് ഈസ് ഫുൾ ഓഫ് മിസറീസ്, കോസസ് ഓഫ് സഫറിങ്, സെസേഷൻ ഓഫ് സഫറിങ്, പാത്ത് ടു ലിബറേഷൻ. ഇതാണ് 4 നോബിൾ ട്രൂത്ത് ആയിട്ട് ബുദ്ധിസം പറയുന്നത്. നെക്സ്റ്റ് ആണ് 8 ഫോൾഡ് പാത്ത്. ഇതെന്തായാലും ബൈഹാർട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഓർത്തിരിക്കണം. എപ്പോഴും എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്നതാണ്. വാട്ട് ആർ ദ 8 ഫോൾഡ് പാത്ത്സ് ഇൻ ദി ബുദ്ധിസത്തിലുള്ള 8 ഫോൾഡ് പാത്ത്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് വ്യൂസ്, സമഗ്ര ദൃഷ്ടി അഥവാ റൈറ്റ് വ്യൂസ്, റൈറ്റ് വാല്യൂസ്, റൈറ്റ് സ്പീച്ച്, റൈറ്റ് കോണ്ടാക്ട്, റൈറ്റ് ലൈവ്ലിഹുഡ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് മൈൻഡ്ഫുൾനെസ്, റൈറ്റ് കോൺസെൻട്രേഷൻ. ഈ 8 മാർഗത്തിലൂടെ എല്ലാം റൈറ്റ് ആയിട്ടുള്ള ഈ 8 മാർഗങ്ങളിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരാൾക്ക് എന്തിലേക്ക് എത്താമെന്നാണ് പറയുന്നത്, നിർവ്വാണയിലേക്ക് അല്ലെങ്കിൽ ലിബറേഷൻ ഓഫ് ദ സോളിലേക്ക് നമുക്ക് എത്താം എന്നാണ് ആര് പറയുന്നത്, ബുദ്ധിസ്റ്റ് ഫിലോസഫി പറയുന്നത്. ഇനി എത്തിക്കൽ ടീച്ചിങ് ഓഫ് ബുദ്ധയുടെ എത്തിക്കൽ ടീച്ചിങ്സ് എന്താണ്, ഡിപ്പെൻഡ് ഓൺ ഒറിജിനേഷൻ, കോസ് ആൻഡ് എഫക്റ്റ്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ കോസ് ആൻഡ് എഫക്റ്റിൽ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഡിപ്പെൻഡ് ഓൺ ഒറിജിനേഷൻ കാരണം ഏതൊരു കാര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവും, ഒരു കോസ് ഉണ്ടാവും. അതുപോലെ ആ ഒരു കോസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തുണ്ടാവും, ആ ഒരു കാര്യത്തിന് ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് ആണ് തിയറി ഓഫ് കർമ്മ. തിയറി ഓഫ് കർമ്മ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറി ഓഫ് കർമ്മയാണ്. കാരണം ഇവർ വിശ്വസിക്കുന്ന തിയറി ഓഫ് കർമ്മയിലാണ് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം നമുക്ക് എന്താവുള്ളൂ, അനുഭവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ നോർമലായിട്ട് എന്ത് പറയാറുണ്ട്, ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, വിതച്ചതേ കൊഴിയൂ എന്ന്. അതേപോലെ തന്നെയാണ് തിയറി ഓഫ് കർമ്മ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ ലോ ഓഫ് യൂണിവേഴ്സൽ ചേഞ്ച് ആൻഡ് ഇംപെർമനൻസ്.
ഈ ലോ ഓഫ് യൂണിവേഴ്സൽ ചേഞ്ച് ആൻഡ് ഇംപെർമനൻസ്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ചബിൾ ആണ്, പെർമനൻ്റ് അല്ല എന്നാണ് ബുദ്ധിസം പറയുന്നത്. എപ്പോഴും ചേഞ്ചബിൾ ആയിട്ടാവും. ദ ലോ ഓഫ് യൂണിവേഴ്സൽ ചേഞ്ച്, യൂണിവേഴ്സിൻ്റെ എന്താണ്? മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒന്നും എന്തില്ല? സ്റ്റാറ്റിക് ആയിട്ടുള്ളതില്ല എന്നാണ് പറയുന്നത്. ദ തിയറി ഓഫ് നോൺ എക്സിസ്റ്റൻസ് ഓഫ് ദ സോൾ, അതുപോലെ സോൾ എന്തല്ല? എക്സിസ്റ്റൻസ് അല്ല, സ്റ്റാറ്റിക് അല്ല, നോൺ എക്സിസ്റ്റൻസ് ആണ് സോൾ എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. നെക്സ്റ്റ്, സ്കൂൾസ് ഓഫ് ബുദ്ധ ഫിലോസഫി. ബുദ്ധ ഫിലോസഫിന് ഡിഫറെൻറ്റ് സ്കൂൾസ് ആണ്. ബേസിക്കലി ദർ ആസ് മെനി ആസ് 32 schools of later Buddhism. Of these 4 schools are distinguished. 32 സ്കൂൾസ് ഉണ്ട്, പക്ഷേ അതിൽ 4 എന്നാണ് എന്ത് ഇതുള്ളത്? അറിയപ്പെടുന്നതുള്ളത്. നിജിലിസ്റ്റ്, സബ്ജക്റ്റീവ് ഐഡിയലിസ്റ്റ് അഥവാ വിജ്ഞാനവാദി എന്ന് പറയുന്നത്, ക്രിറ്റിക്കൽ റിയലിസ്റ്റ്, ശുസ്ത്രാംഗിത, ഡയറക്റ്റ് റിയലിസ്റ്റ്, വൈഭാസിക എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എന്താണ് പെട്ടെന്ന് ബുദ്ധിസ്റ്റ് ഫിലോസഫിയുടെ ഡിവിഷൻ ചോദിക്കുമ്പോൾ നമുക്ക് അതിന് 2 എണ്ണമാണ്. എന്താണ്? ഹീനയാനും മഹായാന എന്ന് പറഞ്ഞിട്ട് ബുദ്ധിസ്റ്റ് ഫിലോസഫി എന്ത് ചെയ്തിട്ടുണ്ട്? 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലേറ്ററാണ് ഈ 32 സ്കൂളുകൾ ഡിവൈഡ് ചെയ്ത് വന്നിട്ടുള്ളത്. അതുപോലെ അതിൽ 4 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി പബജ. പബജ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ബിഗിനിങ് സെറിമണിയാണ്. ബുദ്ധിസ്റ്റിൻ്റെ എഡ്യൂക്കേഷണൽ ബിഗിനിങ് സെറിമണിക്കാണ് എന്ത് പറയുക? പബജ എന്ന് പറയാം. ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് വ്യൂ ഓഫ് എഡ്യൂക്കേഷനിലെ ബുദ്ധിസത്തിൻ്റെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ടിങ് സെറിമണിക്കാണ് എന്ത് പറയാം? പബജ എന്ന് പറയാം. ഇറ്റ് മീൻസ് ഗോയിങ് ഔട്ട് ഓഫ് ഹോം ഇൻ ടു ബുദ്ധിസ്റ്റ് ഓർഡർ. ബുദ്ധിസ്റ്റ് ഓർഡറിൽ പറയുന്നത് എന്താ? ഗോയിങ് ഔട്ട് ഓഫ് ദ ഹോം, വീട്ടിൽ നിന്ന് പുറത്ത് പോകുക എന്നുള്ളതാണ് പബജ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം. അറ്റ് ദ ഏജ് ഓഫ് 8 യങ് ഡിസിപ്പിൾസ് മൂവ് ഔട്ട് ഓഫ് ദയർ ഹോംസ് ടു ലിവ് വിത്ത് ദയർ ചൂസൺ ഗുരു. 8ാമത്തെ വയസ്സിലാണ് പബജ സെറിമണി എന്ത് ചെയ്യുന്നത്? നമ്മൾ ആചരിക്കാറുള്ളത്. 8ാം വയസ്സിലാണ് ഇവർ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. അത് അവർ ഗുരുവിൻ്റെ വീട് വിട്ടിട്ട് ഗുരുവിനെ അവർ ചൂസ് ചെയ്ത ഗുരുവിൻ്റെ വീട്ടിലേക്ക് അവർ എന്തിനു പോണ? പഠനം ആവശ്യാർത്ഥം പോണ സംഭവത്തിന് പറയുന്ന പേരാണെന്ത്? പബജ എന്ന് പറയുന്നത്. ഈ പബജയുടെ അല്ലെങ്കിൽ സ്കൂൾ ഷിപ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 12 years ആണ്. മിനിമം പീരീഡ് ഓഫ് സ്റ്റുഡൻഷിപ്പ് ഈസ് 12 years, സിമിലർ ടു ബ്രാഹ്മണിക്കൽ സിസ്റ്റം. ബ്രാഹ്മണിക്കൽ സിസ്റ്റത്തിലെ അതേപോലെ തന്നെയാണ് ബുദ്ധിസ്റ്റിലും 12 years ഓഫ് സ്കൂൾ സിസ്റ്റം ആണുള്ളത്. 8ാമത്തെ വയസ്സിൽ ആണ് സ്കൂൾ സിസ്റ്റം ആരംഭിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് പബജ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഉപസംവാദ. ഉപസംവാദ എന്ന കോൺവെക്കേഷൻ സെറിമണിയാണ് അല്ലെങ്കിൽ ഫൈനൽ ഓർഡിനേഷൻ ആണ്. ബുദ്ധിസ്റ്റ് ഫിലോസഫിയിലെ എഡ്യൂക്കേഷൻ്റെ ഫൈനൽ ഓർഡിനേഷൻ ആണ് ഉപസംവാദ സെറിമണി അഥവാ കോൺവെക്കേഷൻ സെറിമണി എന്നറിയപ്പെടുന്നത്. ആഫ്റ്റർ പബജ എ ബുദ്ധിസ്റ്റ് മോങ്ക് ഹാഡ് ടു അണ്ടർഗോ ഉപസംവാദ സെറിമണി. പബജയ്ക്ക് ശേഷമാണ് ഉപസംവാദ സെറിമണി നടത്തുക. സാധാരണ അങ്ങനെ തന്നെ. എന്താണ്? പബജ കാലഘട്ടം അവസാനിച്ചതിന് ശേഷം അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ചതിന് ശേഷമാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കാലഘട്ടം അവസാനിക്കുന്ന ആ സമയത്താണ് എന്ത് കിട്ടുക? ഉപസംവാദ സെറിമണി നടത്താറുള്ളത്. ഉപസംവാദ മീൻസ് ഫുൾ സ്റ്റാറ്റസ് ഓഫ് മാൻഹുഡ് ഓർ ഭിക്ഷു. ഉപസംവാദ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം ഫുൾ സ്റ്റാറ്റസ് ഓഫ് മാൻഹുഡ്. അദ്ദേഹം തികഞ്ഞൊരു മാന്യനായി അല്ലെങ്കിൽ ഒരു ഭിക്ഷു ആയി തീർന്നു എന്നതാണ് ഉപസംവാദ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ദിസ് ഈസ് പെർഫോംഡ് അറ്റ് ദ ഏജ് ഓഫ് 20. 20ാമത്തെ വയസ്സിലാണ് ഉപസംവാദ സെറിമണി നടത്താറുള്ളത്. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 12 years ഓഫ് പബജ. 12 years ഓഫ് പബജ അല്ലെങ്കിൽ 12 yearsൻ്റെ സ്കൂൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് നടത്താറുള്ളത്? ഉപസംവാദ സെറിമണി നടത്താറുള്ളത്. നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷണൽ എയിം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടു അണ്ടർസ്റ്റാൻഡ് 4 നോബിൾ ട്രൂത്ത് ഓഫ് ലൈഫ്. പിന്നെ എഡ്യൂക്കേഷണൽ എയിമിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ടു അണ്ടർസ്റ്റാൻഡ് 4 നോബിൾ ട്രൂത്ത് ഓഫ് ലൈഫ്. ലൈഫിലെ 4 നോബിൾ ട്രൂത്തുകളെ കുറിച്ച് മനസ്സിലാക്കുക. ടു ഫോളോ 8-fold പാത്ത് ടു അറ്റൈൻ ട്രൂത്ത്. ട്രൂത്തിലേക്ക് അല്ലെങ്കിൽ നിർവ്വാണയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ഫോളോ ചെയ്യുക? 8-fold പാത്ത് ഫോളോ ചെയ്യുക. ടു അണ്ടർസ്റ്റാൻഡ് കർമ്മ പ്രിൻസിപ്പിൾ ആൻഡ് സെസേഷൻ. ലോ ഓഫ് കർമ്മേനെ മനസ്സിലാക്കുക. റിയലൈസ് വേൾഡ് ഈസ് ഫുൾ ഓഫ് മിസറീസ്. സർവീസ് ടു ഹ്യൂമാനിറ്റി ഈസ് ദ അൾട്ടിമേറ്റ് ഇൻ വൺസ് ലൈഫ്. ഒരാളുടെ ലൈഫിൽ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസ് ടു ഹ്യൂമാനിറ്റി. ഹ്യൂമാനിറ്റിനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. നോ സെൽഫ്, നോ ഗോഡ്, നോ സോൾ. സെൽഫ് ഇല്ലെങ്കിൽ എന്തില്ല? ഗോഡില്ല, ആത്മാവില്ല. ടു ഡെവലപ്പ് സെൽഫ് ഡിറ്റർമിനേഷൻ, കോൺഫിഡൻസ്, ഓവർകം പാഷൻസ്. സെൽഫ് ഡിറ്റർമിനേഷനും സെൽഫ് കോൺഫിഡൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്തിന്? പാഷനുകളെ അല്ലെങ്കിൽ ഡിസയറുകളെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ എയിം. മെയിൻ എയിംസ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? കൾച്ചർ സ്പ്രെഡ് ചെയ്യുക, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ്, ക്യാരക്ടർ ബിൽഡിങ് എന്നുള്ളതായിരുന്നു ബുദ്ധിസ്റ്റ് ഫിലോസഫിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതുപോലെ ടു അറ്റൈൻമെൻറ്റ് ഓഫ് ലിബറേഷൻ അല്ലെങ്കിൽ നിർവ്വാണ അറ്റൈൻ ചെയ്യുക എന്നുള്ളതും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ദ ഏർലി ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ഈസ് ഡിവൈഡഡ് ഇൻ ടു കനോണിക്കൽ ആൻഡ് നോൺ കനോണിക്കൽ ടെക്സ്റ്റ്.
ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ത്രിപീഡകാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ. അപ്പോൾ ഈ ഏർലി ആയിട്ടുള്ള ആദ്യകാലത്തെ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കനോണിക്കൽ ആയിട്ടും നോൺ കനോണിക്കൽ ടെക്സ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കനോണിക്കൽ ടെക്സ്റ്റ് പറഞ്ഞാൽ ബിലീവ്ഡ് ടു ബി എ ആക്ച്വൽ വേർഡ്സ് ഓഫ് ബുദ്ധ. കനോണിക്കൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബുദ്ധയുടെ ആക്ച്വൽ വേർഡ്സ് ആണ് കനോണിക്കൽ ടെക്സ്റ്റ്. കനോണിക്കൽ ടെക്സ്റ്റ് ആർ ബുക്സ് വിച്ച് ലേ ഡൗൺ ദ ബേസിക് ടെനൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ബുദ്ധിസം ജസ്റ്റ് ആസ് ദ ത്രിപീഡകാസ്. ത്രിപീഡകാസ് ആണ് എന്തിൽ വരുന്നത്, കനോണിക്കൽ ടെക്സ്റ്റിൽ വരുന്നതാണ് ത്രിപീഡകാസ്. നോൺ കനോണിക്കൽ ടെക്സ്റ്റ് എന്തൊക്കെയാണ്, or semi-canonical text, non-canonical text or semi-canonical text. These are commentaries or observation or canonical text. Canonical textന്റെ കമൻ്ററികൾ, അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസ് ഒക്കെയാണ് എന്തിൽ വരുന്നത്, നോൺ കാനോണിക്കൽ ടെക്സ്റ്റിൽ വരുന്നത്. കോഡ്സ്, ഡെഫിനിഷൻസ്, ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻസ്, ഗ്രാമേഴ്സ് ആൻഡ് അതർ റൈറ്റിംഗ്സ് ഇൻ പാലി ആൻഡ് തിബറ്റൻ ആൻഡ് ചൈനീസ് ഈസ്റ്റ് ഏഷ്യൻ ലാംഗ്വേജുകളിലൊക്കെ എഴുതിയിട്ടുള്ള ബുദ്ധിസ്റ്റിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസ് ആയിട്ട് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ത്രിപീഡകൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ ആയിട്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെയാണ് എന്ത് പറയുന്നത്, നോൺ കനോണിക്കൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ദ 5 ഫോംസ് ഓഫ് ദാറ്റ് റെപ്രസെൻറ്റ് ബുദ്ധാസ്. ബുദ്ധിസം റെപ്രസെൻ്റ് ചെയ്യുന്ന 5 ഫോംസുകൾ ഏതൊക്കെയാണ്? ലോട്ടസ് ആൻഡ് ബുള്ള്. ലോട്ടസ് ആൻഡ് ബുള്ള് റെപ്രസെൻറ്റ് ബർത്തിനെയാണ്, ബുദ്ധൻ്റെ ബർത്തിനെയാണ് ബുദ്ധിസ്റ്റിൽ ബർത്തിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ലോട്ടസ് ആൻഡ് ബുള്ള് യൂസ് ചെയ്യുന്നത്. ഹോഴ്സ്, റിനുൻസിയേഷനെയാണ് ഹോഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബോധി ട്രീ, മഹാബോധി, ജ്ഞാനോദയത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ധർമ്മചക്ര പ്രവർത്തന, ഫസ്റ്റ് സെർമൺ, ബുദ്ധൻ്റെ ഫസ്റ്റ് സെർമൺ ആണ് ധർമ്മചക്ര പ്രവർത്തന എന്നറിയപ്പെടുന്നത്. ഫുട് പ്രിന്റ്, നിർവാണയെ സൂചിപ്പിക്കാൻ, മോക്ഷനെ സൂചിപ്പിക്കാനാണ് ഫ്രൂട്ട് പ്രിന്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ 5 റെപ്രസെൻറ്റേഷൻ ഏതൊക്കെയാണ്, ലോട്ടസ് ആൻഡ് ബുള്ള്, ഹോഴ്സ്, ബോധി ട്രീ, ധർമ്മചക്ര പ്രവർത്തന ആൻഡ് ഫുട് പ്രിന്റ്സ്. ഇതാണ് ബുദ്ധിസ്റ്റിലുള്ള 5 റെപ്രസെൻറ്റ്സ് എന്ന് പറയുന്നത്. 3 പില്ലേഴ്സ് ഓഫ് ഹിസ് ടീച്ചിങ്സ്. ബുദ്ധൻ്റെ ടീച്ചിങ്സിൻ്റെ 3 പില്ലേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ബുദ്ധിസ്റ്റിലെ 3 പില്ലേഴ്സ് ടീച്ചിങ്സിൽ വരുന്ന. ബുദ്ധ, ഫൗണ്ടർ ആൻഡ് ടീച്ചർ. ഒന്ന് ബുദ്ധനെ കുറിച്ചിട്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടറെ കുറിച്ചിട്ടും ടീച്ചർ. ഇവരെ ബുദ്ധിസ്റ്റിലെ ഫൗണ്ടർ ആരാണ് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റിലെ ടീച്ചർ ആരാന്നുള്ളത് ബുദ്ധനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളുണ്ടായിരുന്നു ടീച്ചിങ്സിൽ. ധമ്മനെ കുറിച്ചുണ്ടായിരുന്നു ടീച്ചിങ്സ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. സംഘ, ഓർഡർ ഓഫ് ബുദ്ധിസ്റ്റ് മോങ്ക് ആൻഡ് നൺസ്. സംഘ എന്ന് പറഞ്ഞാൽ അവരുടെ ഓർഡർ ഓഫ് ബുദ്ധിസ്റ്റ് മോൺസ് ആൻഡ് നൺസ്. ഈ സംഘ വ്യവഹാരങ്ങളെ കുറിച്ചിട്ടുള്ള ഇതുണ്ടായിരുന്നു ഇതിൽ പില്ലേഴ്സ് ഓഫ് ഹിസ് ടീച്ചിങ്. ഈ 3 കാര്യങ്ങളായിരുന്നു ബുദ്ധൻ്റെ ടീച്ചിങ്സിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ബുദ്ധ, ധമ്മ ആൻഡ് സംഘ. അതാണ് 3 പില്ലേഴ്സ് ഓഫ് ഹിസ് ടീച്ചിങ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് 4 നോബിൾ ട്രൂത്ത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 നോബിൾ ട്രൂത്ത് ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ എന്താ, ദ ട്രൂത്ത് ഓഫ് സഫറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ദുഃഖ എന്ന് പറയുന്നതാണ്. സംസ്കൃത വേർഡിൽ പറയുകയാണെങ്കിൽ ദുഃഖ എന്നാണ്. ആസ് പെർ ബുദ്ധിസം, സംസ്കൃത അല്ല, ഇന്ത്യൻ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ദുഃഖ എന്നാണ് സഫറിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് പെർ ബുദ്ധിസം എവറിത്തിങ് ഈസ് സഫറിങ്. എല്ലാവർക്കും എന്തുണ്ട്, സബം ദുഃഖം എന്നാണ് പാലി ഭാഷയിൽ അതറിയപ്പെടുന്നത്. എന്ത്, എവറിത്തിങ് ഈസ് സഫറിങ്, എല്ലാവർക്കും സഫറിങ്സ് ഉണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു ദ പൊട്ടൻഷ്യൽ ടു experience pain, not only the actual pain and sorrow experienced by an individual. എന്നുവെച്ചാൽ യഥാർത്ഥ പെയിനും ഇതിനെയല്ല ഇതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ്, നോട്ട് ഓൺലി ദ ആക്ച്വൽ പെയിൻ ആൻഡ് സോറോ എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ഇത് പൊട്ടൻഷ്യൽ ടു എക്സ്പീരിയൻസ് പെയിൻ ആൻഡ് ഇതാണ്. ഇറ്റ് റെഫേഴ്സ് ടു പൊട്ടൻഷ്യൽ ടു എക്സ്പീരിയൻസ് പെയിൻ. നമ്മളെല്ലാവരും എന്തുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, എന്ത്, ദുഃഖത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സമുദായ എന്ന് പറഞ്ഞാൽ ദ ട്രൂത്ത് ഓഫ് ദ കോസ് ഓഫ് സഫറിങ്. സമുദായ, കോസ് ഓഫ് സഫറിങ്, സഫറിങ്ങിൻ്റെ ഒരു കാരണം. തൃഷ്ണ മീൻസ് ഡിസയർ. തൃഷ്ണ എന്ന് പറഞ്ഞതിൻ്റെ വേർഡിൻ്റെ അർത്ഥം എന്താണ്, ഡിസയർ എന്നാണ്. ഇത് ഓർത്ത് വെക്കണം. തൃഷ്ണ എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്, എക്സാമിന് ചോദിക്കാം. തൃഷ്ണാൻ്റെ വേർഡിൻ്റെ മീനിങ് ആണ് എന്ത്, ഡിസയർ. ഡിസയർ ഈസ് ദ മെയിൻ കോസ് ഓഫ് സഫറിങ്. ഡിസയർ ആണ്, നമ്മളെ ആഗ്രഹങ്ങളാണ് എന്ത്, സഫറിങ്ങിൻ്റെ ഏറ്റവും വലിയ കാരണം. എവരി സഫറിങ് ആസ് റീസൺ ആൻഡ് ഇറ്റ്സ് പാർട്ട് ഓഫ് എ പാർസൽ ഓഫ് ലിവിങ്. നമ്മളെ ലിവിങ്ങിന്, നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത്, എല്ലാ ദുഃഖങ്ങളും. എല്ലാ ദുഃഖത്തിനും എന്തുണ്ട്, ഒരു റീസൺ ഉണ്ട് എന്നാണ് പറയുന്നത്. നിരോധ, ദ ട്രൂത്ത് ഓഫ് ദ എൻഡ് ഓഫ് സഫറിങ്. എൻഡ് ഓഫ് സഫറിങ്, നിരോധിക്കുക, അല്ലെങ്കിൽ എൻഡ് ഓഫ് സഫറിങ്, സെസേഷൻ ഓഫ് സഫറിങ്, സഫറിങ്ങിൻ്റെ അവസാനം. ദ പെയിൻ ഓർ സോറോ ക്യാൻ ബി എൻഡഡ് ബൈ ദ അറ്റൈൻമെൻറ്റ് ഓഫ് നിബാന ഓർ നിർവാണ. നമുക്ക് എപ്പോഴാണ് എന്തുണ്ടാവുക, എൻഡ് ഓഫ് സഫറിങ് ഉണ്ടാവുക, നമ്മൾ നിർവാണയിലെത്തുമ്പോൾ, മോക്ഷയിലെത്തുമ്പോൾ, ലിബറേഷനിലെത്തുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, നിരോധ ഉണ്ടാവുക. നെക്സ്റ്റ് ആണ് അഷ്ടാംഗിക മാർഗ. ദ ട്രൂത്ത് ഓഫ് ദ പാത്ത് ലീഡിങ് ടു ദ എൻഡ് ഓഫ് സഫറിങ്. അഷ്ടാംഗിക മാർഗ, എന്ത്, സഫറിങ് എൻഡ് ചെയ്യുന്നതിലേക്ക് നയിക്കുന്ന മാർഗങ്ങൾ, അഷ്ടാംഗ മാർഗ.
ദ എൻഡ് ടു സഫറിങ് ഈസ് കണ്ടെയ്നഡ് ഇൻ ദ എയ്റ്റ് ഫോൾഡ് പാത്ത്. എൻഡ് ടു സഫറിങ്ങിൻ്റെ എൻഡ് ഏതിലാണുള്ളത്? എയ്റ്റ് ഫോൾഡ് പാത്തിലാണ്. എയ്റ്റ് ഫോൾഡ് പാത്ത് ഫോളോ ചെയ്താൽ നമുക്ക് എന്തിലേക്ക് എത്താം? നിർവ്വാണയിലേക്ക് എത്താം. അതിലൂടെ നമുക്ക് എന്ത് കിട്ടും? സഫറിങ്ങിൻ്റെ എൻഡ്, സെസേഷൻ ഓഫ് സഫറിങ് നടക്കുന്നതാണ് പറയുന്നത്. ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബുദ്ധിസ്റ്റ് ഫിലോസഫി ആയിരുന്നു. അവിടെ എഡ്യൂക്കേഷണൽ എയിംസ് എന്താണെന്ന് പറഞ്ഞു, ഫോർ നോബിൾ ട്രൂത്ത് പറഞ്ഞു, എയ്റ്റ് ഫോൾഡ് പാത്ത്സ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ബുദ്ധിസ്റ്റിൻ്റെ ത്രിപീഡകാസ് പുസ്തകങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു, ബുദ്ധിസ്റ്റിൻ്റെ ഫൗണ്ടർ ആരാന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക് യു.